ലുവാഡെ AI ആപ്ലിക്കേഷൻ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ജർമ്മൻ ലാംഗ്വേജ് അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ്. ജർമ്മൻ പ്രൊഫഷണൽസുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷനിൽ ജർമ്മൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളത്. സോ ആൻഡ് എനിക്ക് ജർമ്മൻ എക്സ്പോഷർ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഇവർ പറഞ്ഞു തരുന്ന ഐഡിയ അല്ലാതെ എനിക്ക് അതിനകത്തൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ വോട്ട് ഐ ഡെഡ് വാസ് ലൈക്ക് ഐ ലേൺ ജർമ്മൻ. ഒരു A1 ലെവൽ വരെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. പഠിച്ചപ്പോഴത്തേക്കും ഐ അണ്ടർസ്റ്റുഡ് യെസ് ദിസ് ഈസ് പോസിബിൾ. ഇതൊരു ആപ്ലിക്കേഷനിൽ ഗോയിറ്റെ എക്സാമിനേഷൻ മോഡലിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എനിക്ക് തോന്നി. അങ്ങനെ ഞാനിത് നമ്മുടെ ജർമ്മൻ പ്രൊഫഷണൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നമുക്ക് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും. അവർക്ക് അങ്ങനെ ഒരു പ്രീവിയസ് ആപ്ലിക്കേഷൻ കണ്ട് ഒരു പരിചയമില്ല. സോ ദേ സെഡ് ഓക്കെ വിൽ വർക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് വെൻ ഇറ്റ് കെയിം ഔട്ട് ലൈക്ക് ദേ സെഡ് ഇറ്റ്സ് എക്സലൻറ്റ്. അതായത് മൈക്രോ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് എനിക്ക് തോന്നി. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി ഒരു ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാൻ നേരത്ത് ഒരു ലോങ് വീഡിയോ, അതും ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്, അതൊട്ടും എൻ്റർടൈനിങ് അല്ല, നമ്മൾ കുറച്ചുകൂടി കോണ്ടൻറ്റ് ഓറിയൻറ്റഡ് ആകുമ്പോഴത്തേക്കും കുട്ടികളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അപ്പോൾ ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഒരു പുതിയ ഭാഷ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും നല്ലത് അത് കുറച്ച് കോണ്ടൻറ്റ് ആയിട്ട് പോകുന്നതാണ്. അങ്ങനെ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ABCD തൊട്ട് തുടങ്ങി. അപ്പോൾ ABCDയുടെ ലൈക്ക് കുറച്ച് എക്സ്റ്റൻഷൻ കൂടെ ഉണ്ട് ജർമ്മനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ പറഞ്ഞു നോ വിൽ സ്റ്റോപ്പ് വിത്ത് ABCDയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ എക്സ്ട്രാ ആയിട്ടുള്ളത് നമുക്കത് അതൊരു വളരെ ചെറിയ പോർഷൻ ആണെങ്കിലും അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഗോയിത്തെ മോഡിൽ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് കെയിം ഔട്ട് റിയലി വെൽ. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്ത് അതിൻ്റെ AI ഫീച്ചേഴ്സൊക്കെ വളരെ പ്രൊഫൗണ്ടായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വേറെ എങ്ങും കാണാത്ത ഏറ്റവും പ്രശ്നമായിട്ട് കുട്ടികൾ പറയുന്നത് പ്രൊനൗൺസിയേഷനാണ്. ഇപ്പം ഒരു മാമിൽ നിന്ന് മറ്റൊരു മാഡം പഠിപ്പിക്കാൻ നേരത്ത് ഇവരുടെ പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി നമ്മൾ നേറ്റീവ്സ് ആണ്, പ്രൊനൗൺസിയേഷനിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും, സ്പെഷ്യലി ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ നേരത്ത്. അപ്പോൾ ദെൻ നമുക്കതിൻ്റെ ഒരു സോഴ്സ്, ഇതിൻ്റെ ആക്ച്വൽ ഫോം എന്താണെന്ന് അറിയാനായിട്ട് യു ഹാവ് ദിസ് ആപ്ലിക്കേഷൻ വിത്ത് ദിസ് AI ഫീച്ചർ. സോ അതിൻ്റെ ഇംഗ്ലീഷ് ഫോമും അതിൻ്റെ ജർമ്മൻ ഫോമും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൂടാതെ മൈക്രോ വീഡിയോ ക്ലാസ്സസും അതിൻ്റെ കൂടെ ആക്ടിവിറ്റീസൊക്കെ ആയപ്പോഴത്തേക്കും ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് AI ആപ്ലിക്കേഷൻ ശരിക്കും പറയാനാണെങ്കിൽ. സോ ദാറ്റ് വാസ് എ ചലഞ്ചിങ് അറ്റ് ദ സെയിം ടൈം. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ആപ്ലിക്കേഷനാണ് എനിക്ക് AI ജർമ്മൻ ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് A1 to B2.